ഇന്നത്തെ നമ്മുടെ കല്യാണ ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരം കുടിപ്പിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ കല്യാണ ദിവസം. കല്യാണ ദിവസത്തിൻ്റെ അന്ന് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും വെളിയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് പേര് ഞങ്ങളൊക്കെ എഴുന്നേറ്റപ്പം ഉറങ്ങിയപ്പോൾ ഒരു 3 മണിയോളം ആയായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. നല്ല ചൂടുള്ള സമയത്തായിരുന്നു കല്യാണമെങ്കിൽ പോലും നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ റബ്ബറും തോട്ടമൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു ഉറങ്ങാനായിട്ട്. കുട്ടാപ്പി താഴെ കിടക്കുമായിരുന്നു. അവനെ ഞങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ചപ്പോഴത്തേക്ക് മേളിലോട്ട് കയറ്റി കിടത്തി. അവനെ അവിടെ കിടത്താനായിട്ട് ടിബിൻ എന്ത് ചെയ്ത് സമ്മതിച്ചില്ല. ടിബിൻ എൻ്റെ അനിയനാണ് ടിബിൻ അവനെ ഇട്ടുകൊണ്ട് കുത്തി അവനെ എഴുന്നേൽപ്പിച്ച് അവനെ ഉറക്കാൻ സമ്മതിച്ചില്ല. അവനെ ജീസൻ, കുട്ടാപ്പി, മാളു ഇവരെല്ലാവരും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടാപ്പി പറയണത് വീഡിയോ ഞാൻ കുട്ടാപ്പിയോട് പറഞ്ഞായിരുന്നു, നിന്നെ നാണം കെടുത്തോടെ. അവൻ എന്നെ രാത്രിയിൽ ഉറക്കിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഇവനായിരുന്നു എന്നെ ഉറക്കത്തേയില്ല. ഇവന് ഏത് പ്രോഗ്രാമിന് വന്നാലും ഞങ്ങളൊക്കെ ഉറങ്ങുന്നിടത്ത് വന്ന് ഇവനിങ്ങനെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. ഭയങ്കര കുസൃതിക്കാരനവൻ. അപ്പോൾ അവൻ കയറി കിടന്നു. ടിബിൻ അവനെ ഉറക്കത്തില്ല. ടിബിനും കൂടെ കയറി അവൻ്റെ കൂടെ കയറി കിടന്നു. പിന്നെ മാളു ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എല്ലാവരും ഒരുങ്ങാനും ഒക്കെ ആയിട്ട് റെഡി ആവാനായിട്ടൊക്കെ പോയിരുന്നു. ഫുഡ് തലേ ദിവസത്തെ ഫുഡും രാവിലത്തെ വൈകുന്നേരത്തെ ബിരിയാണി, രാവിലെ നമുക്ക് പാലപ്പവും ബീഫ് കറിയായിരുന്നു. നല്ല കറിയായിരുന്നു കേട്ടോ. നല്ല അപ്പവും നല്ല കറിയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഒരുങ്ങാനായിട്ടൊക്കെയുള്ള തയ്യാറെടുപ്പാണ്. ജെയ്ഡൻ ബലൂണൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഫസ്റ്റ് കണ്ടില്ലായിരുന്നു നമ്മുടെ ബലൂൺ ബ്ലൂവും വൈറ്റും കൂടെ ഇവിടെ റാം ആകൃതിയിൽ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടിബിനും കുട്ടാപ്പിയും കൂടെ പിന്നെയും കടന്നു. പിന്നെയും ഞങ്ങൾ അവരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് പൂക്കി കേട്ടോ. ഫാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ അവർ എഴുന്നേറ്റു. അങ്ങനത്തെ കല്യാണത്തിന് എല്ലാവരും റെഡിയായിട്ട് പോവാനായിട്ട് സ്തുതി കൊടുപ്പും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം റെഡിയായിട്ട് എല്ലാവരും നിൽക്കുക കേട്ടോ. മമ്മി എല്ലാവരോടും സംസാരിക്കുന്നു. നമുക്കെല്ലാവരും വന്നു. അപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി. പെണ്ണുംകൂട്ടർ ഓൾറെഡി നെടുങ്കുന്നം പള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റെഡിയായി ഫോട്ടോസും ഒക്കെ എടുക്കാൻ കിടക്കുമായിരുന്നു നമുക്ക്. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ എല്ലാവരും വളരെ ഫാസ്റ്റാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും സ്തുതിയും ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാളുവിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഓരോരോ ഡ്രസ്സ് ഇത് നമ്മുടെ കുഞ്ഞു മാള് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു മാളുവിൻ്റെ ഡ്രസ്സും മാളുവിൻ്റെ ഒരുക്കവും പൂവൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടായിരുന്നു അവിടെ ഇരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു മാളുവിൻ്റെ ആ ഡ്രസ്സും ആ പൂവൊക്കെ എങ്ങനെ വെച്ചൊക്കെ നല്ല ഇതായിരുന്നു. അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ടായിരുന്നു അവിടെ ഇരുന്ന്. അവൾ അതും വരച്ചുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നു. അപ്പം നമ്മളിനി പ്രാർത്ഥിക്കാനായിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ നമ്മുടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും എടുത്തില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയും നമ്മുടെ ലൂക്കോച്ചനും കൂടെ പൂവൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം കവർ ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഇത് കുറേ ലോങ് വീഡിയോസാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനയാണല്ലോ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു മുഖ്യ ഘടകം അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഞാൻ ഈ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ഫോൺ പിടിച്ച് ജസ്റ്റ് എടുത്ത് തിരിഞ്ഞ് നിന്ന് ഞാനൊന്നും എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ കിട്ടുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എല്ലായിടത്തും നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു അവസ്ഥ അല്ലായിരിക്കും. എവിടോട്ടെങ്കിലും പോവുകയൊക്കെ ചെയ്യണമായിരിക്കും. അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെറുക്കൻ അവൻ്റെ വല്യപ്പച്ചനും അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ സ്തുതിയെല്ലാം കൊടുത്ത് അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹവും ഒക്കെ വാങ്ങിച്ച് പോവാണ്. വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. സ്തുതിയൊക്കെ കൊടുത്ത് അവർ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവും. അപ്പോഴത്തേക്ക് ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങുവാണ്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് വെളിയിൽ നിന്ന് ഇറങ്ങി ഒത്തിരി ദൂരമില്ല അവരുടെ വീട്ടിലോട്ട്. വീട്ടിലോട്ടും പോട്ടെ, പള്ളിയിലോട്ട് ശകലം പോയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ പോവാണ്. അപ്പം ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കസേരയെല്ലാം എവിടെയെല്ലാം കിടക്കുകയാണ്. ഇനിയും വന്നു കഴിയുമ്പോൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇറങ്ങി പോകാനായിട്ടൊക്കെ എല്ലാവരും ഇറങ്ങുവാണ്. അങ്ങനെ സ്തുതി കൊടുത്തു. അപ്പോൾ ചെറുക്കൻ അപ്പോൾ ഓൾറെഡി അവരൊക്കെ അവിടെ വന്നിരിക്കട്ടെ. ഞങ്ങളുടെ കയ്യിലൊക്കെ എല്ലാവരുടെയും ഓരോ ഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ റോസാപ്പൂ ഒക്കെ ബലൂൺ കണ്ടോ, നമ്മുടെ ബ്ലൂവും വൈറ്റും ബലൂൺ നല്ല രസമില്ല കാണാൻ. പിന്നെ മൾട്ടി കളേഴ്സിൻ്റെ ബലൂൺസ് താഴെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയില്ലായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അത് കൊച്ചായൻ്റെ ഡെക്കറേഷനായിരുന്നു കേട്ടോ.
കൊച്ചായൻ മീൻസ് തൃശ്ശൂരുള്ള അച്ചാച്ചൻ്റെ ഒരു ചേട്ടനാണ് കൊച്ചായൻ. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി പള്ളിയിലോട്ട് പോവാണ്. പള്ളിയിൽ ചെന്നു, അവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെള്ളമായിരുന്നു. ഞങ്ങൾ ആ സ്ക്വാഷൊക്കെ കുടിച്ചു. പള്ളിയിൽ കയറി. ബാക്കിലോട്ടൊക്കെ ആളുണ്ടായിരുന്നു. വലിയ പള്ളിയാണ് നെടുങ്കുന്നം പള്ളി. അപ്പോൾ ബാക്കിലോട്ടൊക്കെ ആളുണ്ടായിരുന്നു. ഞാൻ ബാക്കി സൈഡിലൊന്നും എടുത്തിട്ടില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണം നടത്തിയ 2 അച്ഛന്മാർ നമ്മുടെ പുന്നകന്നത്തുശ്ശേരിയിലെ അച്ഛന്മാർ തന്നെയായിരുന്നു. ഒന്ന് പുന്നശ്ശേരി അച്ഛനും ഒന്ന് ടോണി അച്ഛനും. ഇവർ 2 പേരും നമ്മുടെ ഇടവകയിലെ അച്ഛന്മാരാണ്. സെൻറ്റ് ജോസഫ് ചർച്ചിലെ അച്ഛന്മാർ എന്ന് വെച്ചാൽ നമ്മുടെ ഇടവകയിലെ അച്ഛന്മാരാണ്, നമ്മുടെ നാട്ടുകാരാണ് അവർ 2 പേരും. അപ്പോഴത്തേക്കും അവർ 2 പേരായിരുന്നു കല്യാണം നടത്തിയത്. പുന്നശ്ശേരി അച്ഛനായിരുന്നു പ്രസംഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ടോണി അച്ഛനായിരുന്നു അവരുടെ മിന്നുകെട്ടിന് നിന്നതുമൊക്കെ. അപ്പോഴത്തേക്കും അങ്ങനത്തെ ഈ കാണുന്നത് അവരുടെ മോതിരമാറലും മിന്നുകെട്ടും മന്ത്രകോടി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല മനോഹരമായ രീതിയിൽ അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു, നമുക്ക് പള്ളിയിൽ ഇങ്ങനെ പിന്നെ എല്ലാം കവർ ചെയ്തൊന്നും എടുക്കും, പിന്നെ ഇങ്ങനെ അത്യാവശ്യം കുറച്ച് പിന്നെയും ഞാൻ ഇവിടുത്തെ പിന്നെ എടുത്തത് അങ്ങനെ കുറച്ച് വീഡിയോസ്. ഞാൻ പള്ളിയിൽ കയറി കഴിവതും അങ്ങനെ വീഡിയോസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇത് ഞാൻ വീഡിയോസിൻ്റെ ഇടണമല്ലെന്ന് വെച്ച് എല്ലാവരും എടുക്കുന്നതാണ്ട് ഞാൻ എടുത്തതല്ല. ഞാൻ ജസ്റ്റ് മിന്ന് കിട്ടുന്നത്, മോതിരം മാറുന്നത്, മന്ത്രോടി കൊടുക്കുന്ന അത്രയും, പിന്നെ കുർബാന ആ പ്രസംഗം ചെറിയ പോർഷൻസ് മാത്രമേ എടുത്തുള്ളൂ. അവസാനം അതേ കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ ചെറുക്കനെ പെണ്ണെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ്. ഇത് ടോണി അച്ഛൻ, പുതുവീട്ടുകളത്തിലെ അച്ഛനാണ് ടോണി അച്ഛൻ, നമ്മുടെ അയൽവാസിയും കൂടാണ് അച്ഛൻ. അപ്പോഴത്തേക്കും അച്ഛൻ ഇപ്പം ചമ്പക്കുളം ബസിലിക്ക ചർച്ചിലാണുള്ളത്. അപ്പോഴത്തേ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അച്ഛനുമായിട്ടുള്ള ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് സാധാരണ പോലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വെളിയിലോട്ടുള്ള നല്ല ചൂടെന്ന് പറഞ്ഞാൽ അടിപൊളി ചൂടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ഈ സമയം നല്ല മഴയുള്ള സമയം, അന്ന് നല്ല ചൂടുള്ള സമയമായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായി ഞാൻ വീഡിയോസ് ഇടാനായിട്ട്, എന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റായില്ല കേട്ടോ. എല്ലാവരും വീശുക ചൂട് കാരണം. ഞാൻ ചുരിദാറാക്കി കേട്ടോ, സാരി അല്ലായിരുന്നു, ചുരിദാറായിരുന്നു. എനിക്ക് സാരി ആയിരുന്നു ഇഷ്ടം, പക്ഷേ ചൂട് കാരണം ഒട്ടും പറ്റില്ല. ഞാനൊരു സാധാരണ കോട്ടൺ ചുരിദാറായിരുന്നു ചൂടായതുകൊണ്ട് ആക്കിയത്. അങ്ങനത്തെ ഞങ്ങൾ ഫുഡൊക്കെ നല്ല ഫുഡെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബിരിയാണി ഒന്നായിരുന്നു, സാധാ ഊണായിരുന്നു. ആ ഊണ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മുടെ കുട്ടിപ്പട്ടാളും ബിനിച്ചാച്ചനും കൂടെ ഉള്ള ഡാൻസാണ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് സ്റ്റേജിലുണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും എടുത്തില്ല, ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല, മൂടില്ലായിരുന്നു. ഒന്നാമത് ചൂടായിരുന്നു. പിന്നത്തെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ ഓർക്കി തന്നെ ഞങ്ങൾ ഈ പാലമൊക്കെ കയറി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പം എന്താണ് ഞങ്ങൾ ആ വാനയിലാണ് വന്നത്. അപ്പം ഞങ്ങൾ ഇവരുടെ ഈ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തേക്ക് നല്ല കാറ്റായിരുന്നു കേട്ടോ. മാളും കുഞ്ഞുമാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ ആ തടിപ്പാലം കയറി വേണം പോകാൻ. അപ്പോൾ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് വണ്ടി വരും കേട്ടോ. അവർ കാറിലൊക്കെ വന്ന്, ഈ വണ്ടി അവിടെ വരാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത്. അപ്പം ഞങ്ങൾ ഇവിത്തയിലായിരുന്നു വന്ന്. ഞങ്ങളും കൊച്ചായനും അപ്പച്ചും കുടിച്ചായനും എല്ലാവരും ഇവിത്തയിലുണ്ടായിരുന്നു. ജോജാച്ചൻ, ജോർജ് കുടിച്ചായൻ എല്ലാവരും, സന്തോഷാച്ചൻ, വല്ലോപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ദേവത്തേന്ന് പാലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ മോളിയാൻ്റി മമ്മിയും അച്ഛനൊക്കെയാണ് പോകുന്നത്. ഞങ്ങൾ ഫ്രണ്ട്, ഞാൻ ബാക്കിലായിരുന്നു. എൻ്റെ ബാക്കിലും ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് പോകണം. കല്യാണം എല്ലാം കഴിഞ്ഞു. ചെറുക്കനും പെണ്ണിനെയും വരണം. ഭയങ്കര ചൂടാണ്. ഞങ്ങൾ അവിടെ നിന്നില്ല. അപ്പോഴത്തേക്ക് കുട്ടാപ്പി ഷൂ ഒക്കെ മാറ്റി ചെരുപ്പൊക്കെ ഇടുവാണ്. അപ്പോൾ അവനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിടും. അവൻ രൂക്ഷമായിട്ട് അവരെന്നിങ്ങനെ ഞാൻ പറയും വീഡിയോ എടുക്കുക. ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, നീ കാണിക്കുന്ന എല്ലാം ഞാൻ എടുക്കുവിടാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ചുമ്മാ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം വന്ന് ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും മടുത്ത് ടയേർഡായി. ഇനി ചെറുക്കനും പെണ്ണിനെയും നമ്മൾ വീട്ടിലേക്ക് കയറ്റണ്ടേ. അപ്പം അച്ചാച്ചൻ, വെല്ലുവപ്പ, ചോറുടിച്ചായൻ, ജോയിച്ചാച്ചൻ, സന്തോഷ് ചാച്ചൻ, ചോറുടിച്ചായൻ എല്ലാവരും ഇങ്ങനെ, ഇതെല്ലാം അച്ചാച്ചൻ്റെ അനിയന്മാരും ചേട്ടന്മാരും കേട്ടോ. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. മമ്മി ഞങ്ങളൊക്കെ ചെരുപ്പ് സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടത്തില്ലെന്ന് വെച്ചാൽ എല്ലാം ചവിട്ടി അരച്ചിങ്ങനെ എവിടെ കിടക്കുന്നത് നമുക്കറിയത്തില്ല. അവിടോട്ടും തട്ടി ഇവിടോട്ടും തട്ടി. നമ്മുടെ സന്തോഷ് ചാച്ചൻ, അപ്പച്ചൻ കൊച്ചായൻ, ചോറുടിച്ചായൻ, അവരാ ഒരു ഞാങ്ങായിരുന്നായിരുന്നു. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ അമ്മ. അപ്പം ലില്ലുകുട്ടി ആൻറ്റി വന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഓരോ കമൻറ്റൊക്കെ പറഞ്ഞ് കളിയൊക്കെ. നമ്മുടെ മാളൂസിനെ കണ്ടോ, മാളൂസിൻ്റെ ഹാഫ് സാരി മറ്റേ ധാവണി അതൊക്കെ ഇങ്ങനെ അവിടെ ഊരിപ്പോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിയാൽ മതിയെന്നായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അപ്പോഴത്തേക്ക് ചെറുക്കനും പെണ്ണും വന്നു. അപ്പോൾ ചെറുക്കനും പെണ്ണും ഇവരെല്ലാം ഇവിടെ നിന്ന് ഓരോ കമൻസും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാമറക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് സമാധാനമായി. ചെറുക്കനും പെണ്ണും വന്നു കണ്ടോ. അങ്ങനെ നമ്മുടെ ചെറുക്കനും പെണ്ണും വന്നു. അപ്പം പെണ്ണിൻ്റെ മന്ത്രകൂടിയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല കളറായിരുന്നു, നമുക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ടോജി എന്നാണ് പേര്, ചെറുക്കൻ്റെ പേര് ലിജു എന്നാണ്.
അപ്പോഴത്തേക്കും വന്നു, അവർ വരുമ്പോഴത്തേക്കും അപ്പം ഞാൻ ഫ്രണ്ടിൽ തന്നെ സിറ്റൗട്ടിൽ തന്നെ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എന്നെ കൂടുതൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം ഞാനാണ് ഈ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ കൊണ്ട് എന്നെ ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ടിവിനെ കൊണ്ട് ഞാൻ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു എൻ്റെത് റീൽസ് ചെയ്യാനായിട്ട്. പിന്നെ ഇതാണ് ചെറുക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ നെറ്റിയിൽ കുരിശ് മുത്തിച്ച് കൊന്ത തലയിലിട്ട് കഴുത്തിലൊടുക്ക തലയിൽ കൂടെ കഴുത്തിലിട്ട് നിലവിളക്ക് വെച്ച് കയറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേരെയും കുരിശൊക്കെ വരപ്പിച്ച് മുത്തിച്ചിട്ട് കൊന്ത പെണ്ണിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുവാണ്. നമ്മളെല്ലാവരും വെളിയിൽ നിൽക്കണം, ആരും അകത്തൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും വെളിയിൽ നിന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തു, കൊന്തയെല്ലാം ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചെറുക്കൻ്റെ അമ്മ ലില്ലിക്കുട്ടി ആൻറ്റി പെണ്ണിന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിലവിളക്ക് പിടിച്ച് ചെറുക്കനും കൊടുത്തു കേട്ടോ. നിലവിളക്ക് വെച്ച് അപ്പോൾ കയ്യെ പിടിച്ച് കയറ്റാൻ നേരത്ത് തന്നെ നിലവിളക്ക് കൊടുക്കണമല്ലോ, നിലവിളക്ക് വെച്ച് പെണ്ണിനെ അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ടോജി വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ അകത്തേക്ക് കയറി പിന്നെ നിലവിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഇവന്മാർ ഭയങ്കര ശല്യമായിരുന്നു. ഇവന്മാർ കിടന്ന് ഭയങ്കര കോമഡിയും കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എന്നെ ഒരു ചെറിയായിട്ടൊരു കല്ലൊക്കെ വലിച്ചെറിഞ്ഞായിരുന്നു തമാശയ്ക്കും. ഈ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ഇവർ ഓരോന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ചുമ്മാ തമാശയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വീട്ടിലെ ചടങ്ങുകളൊക്കെ ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പാല് കൊടുക്കുമല്ലോ, അപ്പോൾ ഇവർ 2 ഗ്ലാസ് പാലെടുത്തിട്ട് രണ്ടുപേരും കുടിച്ചു. അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും പുറത്തായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പുറത്ത് പോയി. കുറച്ച് പേരെ അകത്ത് നിൽപ്പുണ്ട്, ബാക്കി എല്ലാവരും പുറത്തൊക്കെ കസേരയിലൊക്കെ ഇരുന്ന് വർത്താനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ച് പേര് അന്ന് തന്നെ പോയി കേട്ടോ. ഭയങ്കര ചൂടൊക്കെ അല്ലായിരുന്നു, പിന്നെ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അന്ന് വൈകിട്ട് തന്നെ പോയി. ഇത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. പിന്നെ കേക്കും കാപ്പിയും ഉണ്ടായിരുന്നു. ഇവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ട്, അതൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ചെറുക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ സാരി ഇങ്ങനെ അതിനെന്താ പറയാമെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്ന് കച്ച കൊടുക്കുക അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉമ്മയൊക്കെ കൊടുത്തു, സ്നേഹം. പിന്നെ ചെറുക്കൻ്റെ അമ്മ ചെറുക്കൻ്റെ അമ്മയുടെ കയ്യിലോട്ട് പെണ്ണിനെ കൊടുത്തു, അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനത്തെ രംഗങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ആകപ്പാടെ തെറ്റിപ്പോണല്ലോ, പെണ്ണിൻ്റെ അപ്പനും ചെറുക്കൻ്റെ അപ്പനും കൂടെ തമ്മിൽ ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് അവരും ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഈ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇത് പെണ്ണിൻ്റെ പെങ്ങളാണ്, ചെറുക്കന് ഷെയ്ക്കാൻ്റ് കൊടുക്കുന്നു. ഈ വരുന്നത് ചെറുക്കൻ്റെ പെങ്ങളും പെണ്ണിന് ഷെയ്ക്കാൻ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നമ്മുടെ ഇതാണ് ഇന്നത്തെ കല്യാണ വീഡിയോ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോഴേക്കും അതുവരേക്കും ടാറ്റാ ബൈ.